തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്ന വാഗ്ദാനങ്ങൾ ആരാണ് ഈ നാട്ടിൽ നിറവേറ്റുക എന്ന് കൃത്യം 5 വർഷം മുമ്പ് ബി.ജെ.പിയുടെ നേതാവ് പറഞ്ഞത് ഈ രാഷ്ട്രീയ കേരളം ഓർക്കുകയാണ്. LDF-ന്റെയും ബി.ജെ.പിയുടെയും UDF-ന്റെയും പ്രകടന പത്രിക പുറത്തു വന്ന പകലിൽ നിരവധി ചർച്ചകൾ കേരളത്തിൽ വാർത്തയാകുമ്പോൾ UDF-ന്റെ ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദ് പറഞ്ഞതും ഓർത്തെടുക്കുന്നു രാഷ്ട്രീയ കേരളം. എന്തായിരുന്നു? ചേർത്തല ഹൈവേ ഒരു കാരണവശാലും തിരുവനന്തപുരം കഴക്കൂട്ടം കടന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ 15 വർഷം കാത്തിരുന്നാൽ പോലും കഴിയില്ലെന്ന് UDF-ന്റെ അതികായനായ ഉമ്മൻചാണ്ടി പറഞ്ഞതും ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. 2016-ലും 2021-ലും 900 വാഗ്ദാനങ്ങളും 800 വാഗ്ദാനങ്ങളും LDF ഗവൺമെന്റ് മുന്നോട്ട് വെച്ചപ്പോൾ പ്രകടന പത്രികയുടെ റേറ്റിംഗ് നോക്കുമ്പോൾ, സ്ട്രൈക്ക് റേറ്റ് നോക്കുമ്പോൾ 95% മുകളിൽ LDF-ന്റെ പ്രകടന പത്രിക വാഗ്ദാനങ്ങൾ ആ മുന്നണി ഹോൾഡ് ചെയ്തതാണ് കാണാൻ കഴിയുക. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് UDF-ന് നമ്മൾ കൃത്യമായി വാക്ക് പാലിക്കുന്നവരാകും, UDF-ന് ഒരു അവസരം കൊടുക്കണമെന്നും. ഹിമാചലിലും കർണാടകയിലും ഒക്കെ എന്താണ് അവർ കൊടുത്ത വാഗ്ദാനങ്ങളിൽ സംഭവിക്കുക എന്നുകൂടി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യണ്ടേ? ഹിമാചലിൽ മുഖ്യമന്ത്രിയുടെയും MLA-മാരുടെയും A ക്ലാസ് ഉദ്യോഗസ്ഥരുടെയും സാലറി, അവരുടെ മാസ ശമ്പളം 3% മുതൽ 50% വരെ വെട്ടിക്കുറച്ചിരിക്കുന്നു. പ്രകടന പത്രികയിൽ സാലറി കൂട്ടുമെന്ന് പറഞ്ഞിടത്തു നിന്ന് കർണാടകയിൽ ഇവിടെ കൊട്ടിഘോഷിക്കുന്ന സൗജന്യ യാത്രയുണ്ടല്ലോ KSRTC-യിൽ, രാഹുൽ ഗാന്ധി കർണാടകയിൽ വന്ന് പ്രഖ്യാപിച്ചിട്ട് അവിടെ അത് നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ 4000 കോടി RTCക്ക് കൊടുക്കാൻ കർണാടക ഗവൺമെന്റ് കാത്തിരിക്കുകയാണ്. RTCയുടെ കടം തീർക്കാൻ എന്നുള്ള ലെവലിലേക്ക് മാറിപ്പോകുമ്പോൾ UDF ഗവൺമെന്റിൽ നിന്ന് LDF ഗവൺമെന്റ് 2016-ൽ ഈ സംസ്ഥാനത്തിന്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ തോമസ് ഐസക് എന്ന ചരിത്രത്തിന്റെ വലിയ രീതിയിൽ നിർണായക പങ്ക് വഹിച്ച ധനകാര്യമന്ത്രിക്ക് ധവള വിപ്ലവം പോലും ഇറക്കേണ്ടി വന്നു ഒന്ന് താങ്ങി നിർത്താൻ ഈ ഗവൺമെന്റിനെ എന്നുള്ളതെല്ലാം. ക്ഷേമപ്രവർത്തനങ്ങളെ, വികസന പ്രവർത്തനങ്ങളെ, കിടപ്പ് രോഗികളെ പൂർണ്ണമായി ഞങ്ങൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് 3ാം വട്ടം തുടരാൻ ഉദ്ദേശിക്കുന്ന പിണറായി സർക്കാർ പാവപ്പെട്ടവരിലേക്ക് വരുന്നു. 15 ലക്ഷം സഞ്ചാരികളെ ഈ നാട്ടിലേക്ക് ആകർഷിക്കുമെന്ന് പറയുന്നു. കേരളം ഈ നാടിനെ എങ്ങനെ ഷോക്കേസ് ചെയ്യണമെന്നും ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന രോഗികളെ, കിടപ്പ് രോഗികളെ എങ്ങനെ പരിപൂർണ സൗജന്യ ചികിത്സയിലേക്ക് വിടണമെന്നും പറഞ്ഞ് 99% സ്ട്രൈക്ക് റേറ്റ് 2021-ലും 2016-ൽ 95% സ്ട്രൈക്ക് റേറ്റും നൽകിയ പ്രകടന പത്രികയിൽ പ്രോമിസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത പിണറായി ഗവൺമെന്റിന്റെ ആ പ്രകടന പത്രിക തന്നെയാണ്, ആ തട്ട് തന്നെയാണ് താണിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. കഴിഞ്ഞ 2 പകലുകളിൽ രാഷ്ട്രീയ കേരളം തിരിച്ചറിയുന്നു 3ാം വട്ടം എന്തുകൊണ്ടാണ് ഈ നാട് സ്പന്ദിക്കുന്നത് പിണറായി തുടരുമെന്ന് എന്നുള്ളത്.